ചിറയൻകീഴ് താലൂക്കിൽ ശാന്തവും സൗന്ദര്യാത്മകവുമായ ഒരു പ്രദേശത്ത് ദക്ഷിണേന്ത്യയിലെ ശാക്തേയ വിശ്വാസികളുടെ മനസ്സിൽ ഇടം നേടിയ ശാർക്കര ദേവീ ക്ഷേത്രം വെറുമൊരു ആരാധനാലയമല്ല, മറിച്ച് ചരിത്രത്തിൻ്റെയും ഐതിഹ്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും സമ്മിശ്രഭാവം പേറുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യപ്രതിഷ്ഠ ഭദ്രകാളി ദേവിയുടെ ഉഗ്രരൂപമാണ്. പ്രതിഷ്ഠയുടെ വാസ്തുവിദ്യാപരമായ മറ്റൊരു സവിശേഷത ദേവി വടക്കോട്ട് ദർശനമായിരിക്കുന്നു എന്നതാണ്. ഇത് മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം വടക്ക് ദിശ ദുഷ്ടശക്തികളുടെയും അസുരന്മാരുടെയും ദിശയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അസുരനായ ദാരികനുമായി ഏറ്റുമുട്ടാൻ സജ്ജമായ ഭാവത്തെയാണ് വടക്കോട്ട് ദർശനമായുള്ള പ്രതിഷ്ഠ സൂചിപ്പിക്കുന്നതെന്നും തിന്മയ്ക്കുമേൽ ദേവി നേടുന്ന വിജയത്തിന്റെ പ്രതീകമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും തണൽ വീഴ്ത്തുന്ന ആൽമരങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുന്നു. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. പണ്ടുകാലത്ത് ഈ പ്രദേശം വിജനവും ആളനക്കമില്ലാത്തതുമായിരുന്നു. തിരുവനന്തപുരം കൊല്ലം പാതയിലെ പെരുവഴി എന്ന പ്രധാന വാണിജ്യപാതയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ സ്ഥലം അക്കാലത്തെ പ്രധാന വ്യാപാര ഇടനാഴിയായിരുന്നു. ആലങ്ങാട്, അതായത് ഇന്നത്തെ ആലുവ, ചെമ്പകശ്ശേരി, ഇന്നത്തെ ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശർക്കര വ്യാപാരം നടത്തിയിരുന്ന കച്ചവടക്കാർക്ക് ഈ വഴി സുപരിചിതമായിരുന്നു. ദീർഘദൂര യാത്രകളിൽ വിശ്രമിക്കാനും രാത്രി തങ്ങാനും അവർ ഈ വഴിയമ്പലത്തെ ആശ്രയിച്ചിരുന്നു. ശാർക്കര ദേവി എന്ന പേരിനു പിന്നിലെ ഐതിഹ്യം ഈ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ദിവസം രാത്രി വലിയ അളവിൽ ശർക്കര നിറച്ച വണ്ടികളുമായി ഒരു സംഘം വ്യാപാരികൾ ഈ വഴിയമ്പലത്തിൽ വിശ്രമിക്കാനെത്തി. പിറ്റേന്ന് രാവിലെ യാത്ര പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ അവരുടെ വലിയ ശർക്കരക്കുടങ്ങളിൽ ഒരെണ്ണം നിലത്തുനിന്ന് ഇളക്കി മാറ്റാൻ സാധിക്കാതെ വന്നു. എല്ലാവരും ചേർന്ന് പരിശ്രമിച്ചിട്ടും ആ കുടം അവിടെ തന്നെ ഉറച്ചുനിന്നു. ഈ അസാധാരണ സംഭവം കണ്ട് വ്യാപാരികൾ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ ഭാഗവത കഥാകാരനും ശ്രീകൃഷ്ണ ഭക്തനുമായ വില്ലുമംഗലം സ്വാമിയാർ ആ വഴി കടന്നുവന്നു. തന്റെ ദിവ്യദൃഷ്ടിയിലൂടെ ഈ ശർക്കരക്കുടത്തിൽ സാക്ഷാൽ ആദിപരാശക്തിയായ ഭദ്രകാളി ദേവിയുടെ ചൈതന്യം കുടികൊള്ളുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ ദിവ്യ ചൈതന്യത്തെ അദ്ദേഹം കുടത്തിൽ നിന്ന് മാറ്റി അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. ഈ ദിവ്യ സംഭവം കാരണമാണ് ഈ സ്ഥലം കാലക്രമേണ ഒരു പുണ്യഭൂമിയായി മാറിയത്. പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാർ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ഒരു വലിയ ക്ഷേത്രം പണിതു. ശർക്കരക്കുടത്തിൽ നിന്ന് ഉയർക്കൊണ്ട ദേവിക്ക് ശാർക്കര ദേവി എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഈ ഐതിഹ്യം ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക ആത്മീയ പരിവേഷം നൽകുന്നു. മറ്റൊരു ഐതിഹ്യം ഇങ്ങനെ: ഈ പ്രദേശത്തെ ഒരു മഠത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ഒരു ബാലികയെ കാണാതായി. സംഭവം വില്ലുമംഗലം സ്വാമിയാർക്ക് മുന്നിലെത്തി. സ്വാമിയാർ അവൾ ശർക്കരക്കുടത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തി. ഈ സംഭവവും ശാർക്കര ദേവിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെടുത്തുന്നു. ശാർക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് കാളിയൂട്ടും മീനഭരണിയും. 1748 അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പ്രശസ്തമായ കാളിയൂട്ട് ഉത്സവം ആരംഭിച്ചത്. വടക്കൻ മലബാറിൽ മാത്രം നിലനിന്നിരുന്ന ഈ ആചാരം കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണെന്ന് ചരിത്രരേഖകൾ പറയുന്നു. കായംകുളം രാജ്യം പിടിച്ചെടുക്കാൻ മാർത്താണ്ഡവർമ്മ പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു എന്നാണ് കഥ. ഈ സാഹചര്യത്തിൽ കായംകുളത്തേക്കുള്ള അടുത്ത യുദ്ധയാത്രയ്ക്കിടെ അദ്ദേഹം ശാർക്കര ക്ഷേത്രത്തിന് സമീപമുള്ള വലിയ മൈതാനത്ത് വിശ്രമിക്കാനെത്തി. അവിടെ വെച്ച് നാട്ടുകാരിൽ നിന്ന് ശാർക്കര ദേവിയുടെ ശക്തിയെക്കുറിച്ച് കേട്ടറിഞ്ഞു. തുടർന്ന് യുദ്ധത്തിൽ വിജയിച്ചാൽ ദേവിക്ക് ഒരു കാളിയൂട്ട് നടത്താമെന്ന് അദ്ദേഹം നേർച്ച നേർന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചു. തന്റെ വാഗ്ദാനം നിറവേറ്റാനായി കാളിയൂട്ട് എന്ന ഉത്സവവും തുടങ്ങി. ഈ ഉത്സവം എല്ലാ വർഷവും കുംഭമാസത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കുന്നു. വിളവെടുപ്പിന്റെ ആദ്യ ഭാഗം ദേവിക്ക് സമർപ്പിക്കുക എന്നതാണ് ഉത്സവത്തിന്റെ പ്രധാന ലക്ഷ്യം. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷത്തിൽ കാളീദേവിയുടെ ഉത്ഭവത്തെയും ദാരികാസുരനുമായുള്ള പോരാട്ടത്തെയും നാടകീയമായി അവതരിപ്പിക്കുന്നു. തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിന്റെ പ്രതീകമാണ് ആ പോരാട്ടം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തുടങ്ങി വെച്ചതാണ് കാളിയൂട്ട് അടിയന്തരം. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒട്ടനവധി പ്രാവശ്യം കായംകുളം ദേശം പിടിച്ചടക്കുന്നതിന് വേണ്ടി പോയി എങ്കിലും ഒരു സമയത്തും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴത്തേക്കും ഇതുവഴി വന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട്
ഇവിടുത്തെ ഭക്തർ പറഞ്ഞു, ദേവിക്ക് ഒരു കാളിയൂട്ട് നേർന്നിട്ട് പോയി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമെന്ന് പറയുകയുണ്ടായി. ആ വർഷം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം ദേശം പിടിച്ചടക്കുകയും ഒപ്പം ഈ ക്ഷേത്രത്തിലെ കാളിയൂട്ടുകൾ ആരംഭിക്കുകയും ചെയ്തു. അന്ന് തുടങ്ങിയ ആ രീതിയിൽ തന്നെയാണ് കാളിയൂട്ട് ഇപ്പോഴും അതിൻ്റെ പകിട്ടിലും ഒന്നും പുതുമ കൊണ്ടുവരാതെ പുന്നറപ്പണിക്കന്മാരാണ് ഈ കാളിയൂട്ട് നടത്തുന്നത്. 9 ദിവസത്തെ ആചാര അനുഷ്ഠാന ചടങ്ങാണ് കാളിയൂട്ട് എന്ന് പറയുന്നത്. മീനഭരണി ഉത്സവം മീനമാസത്തിലാണ്. ഈ ഉത്സവവും ആചാരപ്രധാനമാണ്. നിരവധി കലാപരിപാടികളും ഉത്സവത്തോടനുബന്ധിച്ച് അരങ്ങേറുന്നു. ചിറയിൻകീഴിന്റെ പേരുത്ഭവത്തെക്കുറിച്ചും രസകരമായ കഥകളുണ്ട്. ഒരു വിശ്വാസം ഇങ്ങനെയാണ്: ജടായുവിന്റെ ചിറകിന് കീഴിലുള്ള പ്രദേശമായതിനാൽ ചിറയിൻകീഴ് എന്ന പേരുണ്ടായി. മറ്റൊരു വാദം, പുരാതന കാലത്ത് ഈ പ്രദേശത്ത് ധാരാളം ചിറകുകൾ അഥവാ നീർനായകൾ ഉണ്ടായിരുന്നതിനാൽ ചിറയുടെ കീഴ്ഭാഗം എന്ന അർത്ഥത്തിൽ ഈ പേര് ലഭിച്ചു എന്നാണ്. ഈ ക്ഷേത്രത്തിന് സമീപം ഇപ്പോഴും അനന്തരച്ചിറ എന്നൊരു ജലാശയം നിലനിൽക്കുന്നു. ഇത് ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വടക്കോട്ട് ദർശനമുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം. ഇവിടെ ഭദ്രകാളി ദേവി പ്രധാന പ്രതിഷ്ഠയായി വാഴുന്നു. ക്ഷേത്രത്തിൽ ഗണപതി, വീരഭദ്രൻ, യക്ഷി, നാഗം എന്നീ ഉപദേവതമാർക്കായി പ്രത്യേകം കോവിലുകളുണ്ട്. ചുറ്റും തണൽ വീശുന്ന ആൽമരങ്ങളും 4 മൂലയിലും കളിത്തട്ടുകളും വലിയ നടപ്പന്തലും സ്വർണ്ണ കൊടിമരവും ബലിക്കൽപുരയും നാലമ്പലവുമെല്ലാം ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയെ കൂടുതൽ മനോഹരമാക്കുന്നു. ദിവസേന 3 പൂജകളുള്ള ഈ ക്ഷേത്രത്തിന്റെ തന്ത്രം തരണല്ലൂർ കുടുംബത്തിനാണ്. പായസവും മുഴുക്കാപ്പുമാണ് പ്രധാന വഴിപാടുകൾ. കുട്ടികൾക്കായി നടത്തുന്ന ഉരുൾ വഴിപാട് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക ആചാരമാണ്. ഒരു കാലത്ത് വിജനമായിരുന്ന ഈ മേഖല ഇന്ന് തിരക്കേറിയ ഒരു ദേശമായി മാറിയിരിക്കുന്നു. എന്നാൽ ശാർക്കര ദേവി ക്ഷേത്രം ഈ മാറ്റങ്ങൾക്കിടയിലും വിശ്വാസത്തിന്റെയും പാരമ്പര്യ തനിമയുടെയും കേന്ദ്രമായി നിലനിൽക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ശാക്തേയ വിശ്വാസികൾക്ക് ഈ ക്ഷേത്രം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ദൈവിക ചൈതന്യത്തിന്റെ ജീവനുള്ള പ്രതീകം കൂടിയാണ്. ശാർക്കര ദേവീക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും സംസ്കാരവും ഒരുപോലെ സമന്വയിപ്പിച്ച് ഭക്തർക്കും സന്ദർശകർക്കും ആകർഷകമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നു. ഈ ക്ഷേത്രം സന്ദർശിക്കുന്നവർ ഭദ്രകാളിയുടെ ശക്തിയും കരുണയും അനുഭവിക്കുന്നതിനോടൊപ്പം കേരളത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി കൂടി മാറുന്നു. വിശ്വാസത്തിന്റെയും ചരിത്രത്തിന്റെയും സംഗമ ഭൂമിയായി ശാർക്കര ദേവീക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു.